ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോകം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ബാറ്ററി ടെക്നോളജിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സാംസങ് ആണിതിന് പിന്നിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒറ്റ ചാർജിൽ 1000 കിലോമീറ്ററിനടുത്ത് ഓടാൻ പറ്റുന്ന, വെറും 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജാവുന്ന, തീ പിടിക്കുമെന്ന് പേടിക്കേ വേണ്ടാത്തൊരു ബാറ്ററി. കൊള്ളാമല്ലേ? ശരി, അപ്പൊ നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ദാ സ്ക്രീനിലേക്ക് നോക്കൂ. ഇന്നത്തെ ഇലക്ട്രിക് വാഹനങ്ങളും സാംസങ്ങിന്റെ ഈ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇടതുവശത്തുള്ള സാധാരണ ഇവികൾക്ക് ഏകദേശം ഒരു 500 കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുന്നത്. എന്നാൽ വലതുവശത്ത് നോക്കിയേ, സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി വണ്ടിയുടെ റേഞ്ച് നേരെ ഇരട്ടിയാണ്, 1000 കിലോമീറ്ററിൽ കൂടുതൽ. ചാർജിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ വ്യത്യാസം അതിലും വലുതാണ്. 1 മണിക്കൂർ കാത്തിരിക്കുന്നതിന് പകരം നമ്മളൊരു കാപ്പി കുടിച്ച് വരുമ്പോഴേക്കും, അതായത് വെറും 15 മിനിറ്റിൽ വണ്ടി ഫുൾ ചാർജ്. ഇലക്ട്രിക് വണ്ടിയെന്ന് കേൾക്കുമ്പോഴേ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് അതിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളാണ്, പ്രത്യേകിച്ച് തീപിടുത്തം. അതിനൊരു കാരണമുണ്ട്. ഇപ്പോഴത്തെ ബാറ്ററികളിൽ ഒരു ദ്രാവകമുണ്ട്. ഈ ദ്രാവകം ഒരു 150 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോഴേക്കും കത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പുതിയ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയിൽ ദ്രാവകത്തിനു പകരം ഖരരൂപത്തിലുള്ള ഒരു ഇലക്ട്രോലൈറ്റാണ്. അതിന് തീ പിടിക്കണമെങ്കിൽ 500 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് വേണം. അതായത് പ്രായോഗികമായി പറഞ്ഞാൽ ഈ ബാറ്ററിക്ക് തീ പിടിക്കില്ല. സുരക്ഷയുടെ കാര്യത്തിൽ ഇതൊരു വിപ്ലവം തന്നെയാണ്. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ പുതിയ സാങ്കേതികവിദ്യ സാധാരണക്കാരായ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോ ഒരു സാധാരണ ഇവി യൂസർ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, റേഞ്ച് തീർന്നു പോകുമോ എന്ന പേടി, അതായത് റേഞ്ച് ആങ്സൈറ്റി ഇനി വേണ്ട. 2, ചാർജിംഗ് സ്റ്റേഷനിലെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് ഇനിയില്ല. മൂന്നാമതായി, ബാറ്ററിയുടെ ആയുസ്സ്. സാധാരണ 8-10 വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറ്റേണ്ടി വരുന്നതിനു പകരം 20 വർഷം വരെ നിലനിൽക്കുന്ന ഒരു ബാറ്ററിയാണ് സാംസങ് വാഗ്ദാനം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീപിടുത്തത്തെക്കുറിച്ചുള്ള പേടി പൂർണ്ണമായും ഒഴിവാക്കാം. പക്ഷേ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇത്രയും മികച്ച പെർഫോമൻസിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അടുത്തതായി നമ്മൾ അതിന്റെ ശാസ്ത്രീയ വശമാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇതിലെ പ്രധാന മാറ്റം സോളിഡ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ഇപ്പോഴത്തെ ബാറ്ററികളിൽ അയോണുകൾ ഒരു ദ്രാവകത്തിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ഒരു പുഴ പോലെ. എന്നാൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയിൽ ഈ പുഴയ്ക്കു പകരം ഒരു ഉറച്ച പാലം വെക്കുന്നതുപോലെയാണ്. ഈ പാലമാണ് സോളിഡ് ഇലക്ട്രോലൈറ്റ്. ഇത് ബാറ്ററിയെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നു. ഇതിന്റെയൊക്കെ ഹീറോ ആരാന്നറിയോ? വെള്ളി. അതെ, സിൽവർ. സാംസങ്ങിന്റെ ഈ ബാറ്ററിയിലെ സിൽവർ കാർബൺ പാളിക്ക് 3 പ്രധാന ജോലികളുണ്ട്. ഒന്ന്, വെള്ളിക്ക് കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നു. ആ 15 മിനിറ്റ് ചാർജിങ്ങിന്റെ രഹസ്യം അതാണ്. 2, ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിക്ക് വീർക്കുന്നൊരു സ്വഭാവമുണ്ട്. അതിനെ തടഞ്ഞ് കേടുപാടുകൾ ഒഴിവാക്കുന്നു. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കുന്ന ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഒരുതരം ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് ഇത് തടയും. ഇതുകൊണ്ടാണ് ബാറ്ററി 20 വർഷം വരെ ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കുന്നത്. ഇതിന്റെയൊക്കെ ഫലമെന്താണെന്നല്ലേ? ഈ കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഈ സാങ്കേതികവിദ്യയുടെ ഊർജ്ജ സാന്ദ്രത ഏകദേശം 500 വാട്ട്/അവർ പെർ കിലോഗ്രാമാണ്. അതായത് ഇന്നത്തെ ഏറ്റവും നല്ല ബാറ്ററികളെക്കാൾ ഏകദേശം ഇരട്ടി. ഒരേ ഭാരത്തിൽ ഇരട്ടി പവർ, കൂടുതൽ റേഞ്ച് കിട്ടുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ എല്ലാത്തിനും ഒരു മറുവശമുണ്ടല്ലോ. ഈ ടെക്നോളജിക്കും ചില വലിയ വെല്ലുവിളികളും ഉയർന്ന വിലയുമുണ്ട്. അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും വലിയ തലവേദന അതിന്റെ വില തന്നെയാണ്, പ്രത്യേകിച്ച് വെള്ളിക്ക്. ഓരോ കാറിലെ ബാറ്ററി പാക്കിലും ഏകദേശം 1 കിലോ വെള്ളി വേണ്ടിവരുമെന്നാണ് കണക്ക്. ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ ഒരു കാറിന്റെ നിർമ്മാണ ചെലവിൽ $1000 കൂടുതൽ, അതായത് ഏകദേശം 85,000 രൂപയുടെ വർധനവ് ഇതുണ്ടാക്കും. എന്നാൽ ഈ അധിക ചെലവിന് ഒരു മറുവശമുണ്ട്. അതാണ് ബാറ്ററിയുടെ ആയുസ്. സാധാരണ ബാറ്ററികൾ ഒരു 8-10 വർഷം കഴിയുമ്പോൾ മാറ്റേണ്ടിവരും. പക്ഷേ ഈ പുതിയ ബാറ്ററി 20 വർഷം വരെ ഈസിയായി ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഒരു കാറിന്റെ ജീവിതകാലത്ത് ഒരുപക്ഷേ ബാറ്ററി മാറ്റേണ്ടി വരില്ല. അങ്ങനെ നോക്കുമ്പോൾ ദീർഘകാലത്തേക്ക് ഇത് ലാഭകരമായേക്കാം. ഇനി വരുന്നത് ഇതിലും വലിയൊരു പ്രശ്നമാണ്. ഇത്രയും വെള്ളി നമുക്ക് എവിടുന്ന് കിട്ടും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്ത് ഒരു വർഷം ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളിയുടെ 62% ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി വന്നാലോ?
വെറും 20% ഇലക്ട്രിക് വണ്ടികൾ ഈ ബാറ്ററി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പോലും ലോകത്തിലെ വെള്ളി ഉൽപ്പാദനത്തിന്റെ വലിയൊരു ഭാഗം അതിനു വേണ്ടിവരും. ഇത് വെള്ളിയുടെ വില ആകാശം മുട്ടെ ഉയർത്താൻ കാരണമാകും. അപ്പോ മൊത്തത്തിൽ നോക്കിയാൽ പ്രധാന വെല്ലുവിളികൾ ഇതൊക്കെയാണ്. ഒന്ന്, വലിയ അളവിലുണ്ടാക്കുമ്പോൾ ഏകദേശം 30% ബാറ്ററികളും ഉപയോഗശൂന്യമാകുന്നുണ്ട്. 2, ഇതിന്റെ സൂപ്പർഫാസ്റ്റ് ചാർജിംഗ് കിട്ടണമെങ്കിൽ 500 കിലോവാട്ട് ശേഷിയുള്ള പുതിയതരം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. 3, വെള്ളിയുടെ ലഭ്യത ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. 4, തുടക്കത്തിൽ ഒരു വണ്ടി വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് 5 മുതൽ 10 ലക്ഷം രൂപ വരെ അധികം മുടക്കേണ്ടി വന്നേക്കാം. ഇനി ഈ ടെക്നോളജി കാറുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കേട്ടോ. ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. മറ്റ് പല മേഖലകളിലും ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരും. അതെ, കാറുകൾ ഒരു തുടക്കം മാത്രം. ഈ ടെക്നോളജിക്ക് വേറെ എവിടെയൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഉദാഹരണത്തിന് വ്യോമയാനരംഗം. ചെറിയ ദൂരത്തേക്ക് പറക്കുന്ന ഇലക്ട്രിക് വിമാനങ്ങളെപ്പറ്റി ഒന്നോർത്തു നോക്കൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോണുകൾ 2 ദിവസം ചാർജ് നിൽക്കുകയും വെറും 5 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുകയും ചെയ്യുന്ന ഫോണുകൾ. അതുപോലെ സോളാർ എനർജി പോലുള്ളവ സംഭരിച്ചുവെക്കാൻ കൂടുതൽ കാര്യക്ഷമമായ ഗ്രിഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾക്കും ഇത് വഴിവെക്കും. അപ്പോ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇതെല്ലാം എന്ന് യാഥാർത്ഥ്യമാകും? വിപണിയിലേക്കെത്താൻ ഇനി എത്ര ദൂരമുണ്ട്? നമുക്ക് നോക്കാം. ഇത് വെറുമൊരു ലാബിലെ പരീക്ഷണമോ സ്വപ്നമോ മാത്രമല്ല. സാംസങ്ങിന്റെ കയ്യിൽ ഇതിനൊരു വ്യക്തമായ പ്ലാനുണ്ട്. ഈ വർഷം, അതായത് 2024-ൽ ഇതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം തുടങ്ങും. 2026ഓടെ ആദ്യത്തെ ബാറ്ററികൾ ചില വില കൂടിയ ആഡംബര കാറുകളിൽ നമ്മൾ കണ്ടു തുടങ്ങും. പിന്നെ 2030 ആകുമ്പോഴേക്കും സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന കാറുകളിലും ഈ സാങ്കേതികവിദ്യ എത്തുമെന്നാണ് പ്രതീക്ഷ. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് ശരിക്കും ഒരു വിപ്ലവകരമായ സാങ്കേതികവിദ്യയാണ്. ഒരു വശത്ത് നമ്മുടെ യാത്രകളെയും ഊർജ്ജോപയോഗത്തെയും ഒരുപക്ഷെ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ടെക്നോളജി, മറുവശത്ത് അതിന്റെ ഭീമമായ വില, വെള്ളിയുടെ ലഭ്യത പോലുള്ള വലിയ വെല്ലുവിളികൾ. അപ്പൊ ചോദ്യമിതാണ്, ഈ ഒരു ഭാവിക്കു വേണ്ടി ഇത്രയും വലിയ വില കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്?